നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ ബംഗാളിൽ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ആദ്യ BJP മുഖ്യമന്ത്രി ഇന്നവിടെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇനി ബംഗാളിൽ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കാം. ഏതായാലും ഇന്ന് അദ്ദേഹം സ്ഥാനാരോഹണം ഏറ്റെടുക്കുമ്പോൾ അവിടെ NDA ഭരിക്കുന്ന എല്ലാ മുഖ്യമന്ത്രിമാരും, എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ടുണ്ട്, അമിത്ഷാ അവിടെയുണ്ട്. അങ്ങനെ വേദിയിൽ നിറയെ BJPയുടെ പല പ്രമുഖ നേതാക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്ന് അവിടെ പല തരത്തിലുള്ള കാഴ്ചകളും കണ്ടു. അതിൽ ഞാനും ഏറെ ശ്രദ്ധിച്ചത് അദ്ദേഹം സദസ്സിനെ നോക്കി നരേന്ദ്രമോദി അവിടെ മുട്ടുകുത്തി നിന്ന് തല അദ്ദേഹം തറയിൽ തൊട്ട് അവരെ വന്ദിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒപ്പം തന്നെ അവിടെ ഒരു പ്രായം കൂടി ഒരു 100 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാൾ വേദിയിലേക്ക് വരുന്നു. അദ്ദേഹത്തെ പ്രധാനമന്ത്രി ഒരുപാട് നേരം അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സുവേന്ദു അധികാരി അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കുന്നുണ്ട്. അപ്പോൾ അതാരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഇനി ബംഗാളിൽ ഈ ഒരു പുതിയ തുടക്കത്തിന് മാറ്റം കുറിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ? അല്ല, അത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ, അവരുടെ ഒരു രീതി, അതെല്ലാം ബംഗാളിലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനെത്രമാത്രം പ്രതിരോധം അല്ലെങ്കിൽ അതിൻ്റെ എതിർപ്പ് ബംഗാളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇനി കാണേണ്ടത്. ബംഗാളിലെ ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നിമിഷമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിമിഷമാണ്. കാരണം അതൊരു വലിയ ഇവൻ്റാണ്. നിങ്ങൾ ധൈര്യമായി ഭരിച്ചോളൂ, ഇന്ത്യ മുഴുവൻ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നൊരു സന്ദേശമാണ് ഇന്ന് ആ വേദിയിൽ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷായും വരുന്നത് പോട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിലെയും BJP മുഖ്യമന്ത്രിമാർ വരുന്നതും പോട്ടെ, ആ സംസ്ഥാനങ്ങളിലെ ഉപമുഖ്യമന്ത്രിമാർ മിക്കവാറും പല സംസ്ഥാനങ്ങളിലും ഘടകകക്ഷി നേതാക്കളായിരിക്കും. ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള മെയിൻ ഘടകകക്ഷി നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ ഏറ്റവും മുതിർന്ന BJPയുടെ ദേശീയ നേതാക്കൾ, ഇന്ത്യയുടെ ഒരു പ്രതിരൂപം തന്നെ ആ വേദിയിലുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ രാഷ്ട്രീയത്തിലെ BJPയുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് അവിടെ എത്തുന്നു. അദ്ദേഹം മഖൻലാൽ സർക്കാരാണ്. അദ്ദേഹം ശ്യാമപ്രസാദ് മുഖർജിയുമായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി, സമകാലികനായി അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ്. ശ്യാമപ്രസാദ് മുഖർജി BJPയുടെ പൂർവ്വരൂപമായ ജനസംഘത്തിൻ്റെ സ്ഥാപകനാണ്. ശ്യാമപ്രസാദ് മുഖർജി ബംഗാളുകാരാണ്, പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. അപ്പോൾ പാർട്ടിയുടെ സ്ഥാപകൻ ജനിച്ച സംസ്ഥാനത്ത് പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നു. അതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം എന്നതിനെ പറയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം പാർട്ടിയുടെ സ്ഥാപകൻ്റെ ഒരു സംസ്ഥാനം ഇതുവരെയും BJPക്ക് വഴങ്ങിക്കൊടുത്തിരുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഭരിച്ചു. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ വളരെ നേരത്തെ തന്നെ BJP ഭരണം വന്നു. രാജസ്ഥാൻ, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ഇവിടങ്ങളിലെല്ലാം ഭരണത്തിൽ വന്നപ്പോഴും BJP ഒരു ഉത്തരേന്ത്യൻ പാർട്ടി എന്ന നിലയിൽ അറിയപ്പെട്ടു. പക്ഷേ മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ദില്ലി, അങ്ങനെ ദക്ഷിണേന്ത്യയിലെ കർണാടക, ത്രിപുര, ഇതൊക്കെ പിടിക്കുമ്പോഴും പശ്ചിമ ബംഗാൾ, ശ്യാമപ്രസാദ് മുഖർജി ഇവിടെ ബംഗാൾ, അത് BJPക്ക് വഴങ്ങിക്കൊടുത്തിരുന്നില്ല. അവിടെ 34 വർഷം 2011 വരെ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സാഹചര്യം, അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന സാഹചര്യം, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏകാധിപത്യം, അവരുടെ ദേശവിരുദ്ധ സമീപനങ്ങൾ, ഇതെല്ലാം പാർട്ടി ചൂണ്ടിക്കാട്ടിയിട്ടും പാർട്ടിക്ക് അധികാരം കിട്ടിയിരുന്നില്ല ഈ കാലം അത്രയും. എന്നാൽ പാർട്ടി ഇപ്പോൾ അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. 3 സീറ്റിൽ നിന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 77 സീറ്റായും അതിൻ്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 207 സീറ്റായും വർദ്ധിപ്പിച്ചുകൊണ്ട് പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല നിമിഷമില്ല. കാരണം അവർക്കതൊരു വലിയ നേട്ടമാണ്, ഒരു വലിയ വഴിത്തിരിവാണ്. BJPയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമാണ് ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് എല്ലാ നേതാക്കന്മാരും ശ്യാമപ്രസാദ് മുഖർജിയോടുള്ള ആദര സൂചകമായി ബംഗാളിലെത്തിയത്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനെ ആദരിക്കുന്നു എന്നുള്ളതാണ് അതിലുള്ള വ്യത്യാസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുന്ന നേതാവ് ഇന്നും ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും നമ്മളെല്ലാം അറിയുന്നത്, നമുക്കെല്ലാം ഒരു പുതിയ അറിവായിരിക്കും.
സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്ന വ്യക്തിയാണ്. പക്ഷേ പാർട്ടിയുടെ ആദ്യ കാലം മുതൽ തന്നെ ആ സംസ്ഥാനത്തെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് കൊണ്ട് ഇത്രയും നാൾ പാർട്ടിക്കൊപ്പം നിന്നയാളാണ് ഈ മോഹൻലാൽ സർക്കാർ. അപ്പോൾ അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് ആ ഒരു ഗുരുത്വത്തോടു കൂടി അധികാരത്തിലെത്തുക എന്നുള്ളതായിരിക്കാം അവർ ആ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ബംഗാളിലെ BJPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം വളരെയധികം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. കേരളത്തിലെ പോലെ എന്ന് പറയാൻ കഴിയില്ല, കേരളത്തെക്കാൾ വളരെയധികം പ്രയാസമായിരുന്നു. കേരളത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സംഘത്തെയും അതുപോലെ തന്നെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളെയും BJPയും എല്ലാം ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങി. പക്ഷേ ഈ അടുത്ത കാലം വരെയും RSSകാരനെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ BJPകാരനെന്ന് പറയുമ്പോഴോ തല്ല് കിട്ടിയിരുന്ന ഒരു സംസ്ഥാനമുണ്ടായിരുന്നെങ്കിൽ അത് ബംഗാളാണ്. തല്ലി ഓടിക്കുമായിരുന്നു. RSS പ്രചാരകന്മാരൊക്കെ വളരെ രഹസ്യമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. അവർ തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിരുന്നില്ല. അവർ അവിടെ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും വ്യക്തമാക്കാതെ വളരെ രഹസ്യമായി അവിടെ പ്രവർത്തനം നടത്തിയിരുന്നു. അങ്ങനെ രഹസ്യമായി പ്രവർത്തനം നടത്തുന്നവരെ പിന്നീട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവൻ RSSകാരനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പണ്ട് കൊന്ന് ഇവരെ ഉപ്പുചാക്കിനകത്താക്കി അടക്കം ചെയ്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് മറ്റ് സംഘടനകളെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത്. CPM ഭരിച്ചു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ CPIMൻ്റെ ഗുണ്ടകൾ തോക്കുധാരികളായി ബൂത്തുകളിൽ ഉണ്ടാകുമായിരുന്നു. ഇന്ന് കേന്ദ്രസേനകളാണ് തോക്കുധാരികളാകുന്നത്. ഇന്ന് CPIMൻ്റെ ഗുണ്ടകളാണ്. അവർ ഈ തോക്ക് കാട്ടി വോട്ട് ഭീഷണിപ്പെടുത്തിയാണ് വോട്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അതേ ഒരു അടവ് അല്ലെങ്കിൽ അതേ ഒരു നയം തൃണമൂൽ കോൺഗ്രസ് 2011 ശേഷം പുറത്തെടുത്തു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേന്ദ്രസേനയെ അടക്കം ഇറക്കി നിർത്തിക്കൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള അവസരമുണ്ടാക്കി ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ അത് BJPക്ക് അനുകൂലമായി മാറി. അപ്പോൾ അത് വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു. രഹസ്യ പ്രവർത്തനം BJP എന്നോ RSS എന്നോ അറിയിക്കാതെ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് പുതിയൊരു സ്ഥലത്ത് പോയി ആഹാരമോ ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ പ്രവർത്തിച്ചു വന്ന ആ പഴയ തലമുറ, ആ തലമുറയ്ക്ക് ഇന്ന് മോഹൻലാൽ സർക്കാരിലൂടെ അംഗീകാരം കിട്ടുകയാണ്. ഒപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തിലേക്ക് അടുത്ത കാലത്ത് വന്ന സുവേന്ദു അധികാരിയെ പോലെയുള്ളവർ, അവർക്കും അതിൻ്റെ ഒരു അംഗീകാരം കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഒരു വാർത്ത ഉണ്ട്, ഞാൻ BJP ഭരണത്തിൽ കയറിയ ശേഷം പേടിച്ച് ബംഗ്ലാദേശികളൊക്കെ തന്നെ പലായനം ചെയ്തു തുടങ്ങി എന്നുള്ളത്, അത് സത്യമാണോ? അല്ല, ബംഗ്ലാദേശിലേക്ക് BJPയുടെ ഒഴുക്ക് തുടങ്ങിയിട്ട് ബംഗ്ലാദേശിലേക്ക് ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ ഒഴുക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. SIR പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഇവർ ഭയന്ന് ഓടാൻ തുടങ്ങിയത്. രാഖി രാമാനം ഒട്ടനവധി ആളുകൾ ബംഗ്ലാദേശിലെ അതിർത്തിയിലെത്തി. ഇത് മാനേജ് ചെയ്യാൻ ബംഗ്ലാദേശിന് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ബംഗ്ലാദേശിൻ്റെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് ഞങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക തന്നെ ചെയ്യും, അതുമായി ബംഗ്ലാദേശിനെ സഹകരിച്ചേ പറ്റൂ എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പ് കൊടുക്കാൻ ഇടയായ സാഹചര്യം എന്നത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ശാസിച്ചു, വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് നൽകി. കാരണം ഇവിടെയുള്ളവരെ എല്ലാം നിങ്ങൾ പുറത്താക്കുകയാണ്, ബംഗ്ലാദേശികളെന്ന് ആരോപിച്ചവരെ പുറത്താക്കുകയാണ്, അവർ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നത് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്ന് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ബംഗ്ലാദേശ് ശാസിച്ചു. ആ ശാസന ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJP പശ്ചിമ ബംഗാളിൽ വിജയിച്ചു എന്നുള്ളതാണ്. കാരണം അതിന് തൊട്ട് മുമ്പ് ഹിമന്ത ബിശ്വ ശർമ്മ ഒരു പ്രസ്താവന നടത്തിയിരുന്നു, ഞങ്ങൾ എല്ലാവരെയും പിടിച്ച് പുറത്താക്കിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ബംഗാളിലും നടക്കാൻ പോകുന്നു എന്ന ഭയം ബംഗ്ലാദേശ് സർക്കാരിന് വന്നു കഴിഞ്ഞിരിക്കുന്നു. അവരത് പ്രകടിപ്പിച്ചു, ഇന്ത്യ അതിന് കൃത്യമായ മറുപടിയും നൽകി. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ഏതാണ്ട് 3000-ഓളം പേർ അതിർത്തിയിൽ അപ്പുറത്തോ ഇപ്പുറത്തോ ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം ഇവർ അങ്ങോട്ട് പോകുന്ന അവരുടെ ഒരു പൗരത്വം സ്ഥിരീകരിച്ച് അവരകത്തേക്ക് കയറ്റാത്ത ധാരാളം കേസുകളുണ്ട്. ഇത് വേഗത്തിലാക്കണമെന്ന് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരു ആനുകൂല്യവും ബംഗാളിൽ നിന്ന് ലഭിക്കില്ല എന്ന് ഉറപ്പാണ്. നേരത്തെ അത് ലഭിച്ചിരുന്നു. പലതവണ കേന്ദ്ര സർക്കാർ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അന്ന് അത് അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. എന്തിനേറെ പറയുന്നു, ഈ സുരക്ഷിതമല്ലാത്ത അതിർത്തി പ്രദേശങ്ങൾ, ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങൾ തുറന്നു കിടക്കുന്ന അതിർത്തി പ്രദേശമാണ്. പാകിസ്ഥാനെ പോലെ മതിൽ കെട്ടി അല്ലെങ്കിൽ വേലി കെട്ടി തിരിച്ചിരിക്കുന്ന അതിർത്തിയൊന്നുമല്ല, ഒരു വലിയ പാടശേഖരമാണ്.
അതിന് അപ്പുറത്ത് ഇപ്പോൾ ബംഗാൾ, ഇപ്പുറത്ത് ഇന്ത്യ, അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ. ആ സ്ഥലങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം പേർ പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് ധാരാളം പേർ വരുന്നുണ്ട്. കാർഷിക വിഭവങ്ങളുമായി കച്ചവടത്തിന് ധാരാളം പേർ വരുന്നുണ്ട്. ഇവരെല്ലാം തിരിച്ചു പോകണമെന്നാണ്, പക്ഷെ പലരും തിരിച്ചു പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു അതിർത്തിയാണ്. ആ അതിർത്തി വേലി കെട്ടി തിരിക്കണം, അതിന് സ്ഥലം അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും മമതാ ബാനർജി സർക്കാർ അതിന് സ്ഥലം അനുവദിച്ചിട്ടില്ല. അപ്പോൾ അത്രമാത്രം പ്രശ്നങ്ങളുള്ള ഒരു ബോർഡർ സ്റ്റേറ്റാണ്. ഇപ്പോൾ വരുന്ന സുവേന്ദു അധികാരിയും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അതായത് ദേശീയ താല്പര്യം സംരക്ഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. നേരത്തെ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളുമൊക്കെ വിവാദമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ കുടുംബമാണ്. രണ്ടാം യു പി എ സർക്കാരിൽ മന്ത്രിയായിരുന്നു സുവേന്ദു അധികാരിയുടെ അച്ഛൻ ശിശിർ അധികാരി. മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ പൂർവികർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷ് സർക്കാർ ഈ അധികാരി കുടുംബത്തിൻ്റെ തറവാട് മൊത്തം ചുട്ടരിച്ച് കളഞ്ഞിരുന്നു. കോൺഗ്രസിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം RSS ശാഖയിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 98 അത് ഈ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ച് വരുമ്പോൾ സുവേന്ദു അധികാരിയും ശിശിർ അധികാരിയും എല്ലാവരും കൂടി തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നത്. 2020 വരെ തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് അതിൻ്റെ ഏറ്റവും ടോപ്പ് വരെ എത്തിയ ആളാണ്. മമതാ ബാനർജി കഴിഞ്ഞാൽ അടുത്ത് സുവേന്ദു അധികാരിയായിരുന്നു. അഭിഷേക് ബാനർജിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് വരെ അദ്ദേഹമായിരുന്നു അതിൻ്റെ ഒരു ടോപ്പ് ലെവലിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി. അവിടെ നിന്നുമാണ് അദ്ദേഹം BJP-യിലെത്തുന്നത്. പിന്നീട് ദേശീയ താല്പര്യം മുറുകെ പിടിച്ചുകൊണ്ടും മുന്നേറുന്ന സുവേന്ദു അധികാരിയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പിടിച്ചെടുത്ത 2 വിജയങ്ങൾ, കഴിഞ്ഞ തവണ നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിക്കുന്നു, ഇത്തവണ ഭവാനിപ്പൂരിൽ മമതയെ തോൽപ്പിക്കുന്നു. ഈ 2 വിജയങ്ങൾ വലിയ വിജയങ്ങളായിരുന്നു. ഒപ്പം സംസ്ഥാനം BJP-ക്ക് വേണ്ടി പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനൊപ്പം കേന്ദ്രത്തിലെ BJP സർക്കാരും ഒക്കെ ഇതിനകത്ത് വലിയ പങ്ക് വഹിച്ചിരിക്കാം. പക്ഷേ ഇനി ഈ രാഷ്ട്രീയ അക്രമ സംഭവങ്ങൾ, അത് ഓരോ തെരഞ്ഞെടുപ്പിനും ശേഷം വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുക പതിവാണ്. പക്ഷേ ഇത്തവണ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ വലിയ കലാപമൊന്നും ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പകരം ചോദിക്കരുത്, പണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം, അതിന് പകരം ചോദിക്കാൻ നിൽക്കരുത്, നമ്മുടെ ഭരണമാണ് എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രസേന തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗാളിലൊരു രാഷ്ട്രീയ കീഴ്വഴക്കങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ മമതാ ബാനർജി എവിടെ പോയി എന്നുള്ളതുണ്ട്. ഇന്ന് കണ്ടു കൊൽക്കത്ത പോലീസ് മമതാ ബാനർജീനെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും അൺഫോളോ ചെയ്തിട്ട് അമിത്ഷാനെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതുണ്ട്. പക്ഷേ മമതാ ബാനർജി ഇപ്പോഴും മാറ്റിയിട്ടില്ല. ബംഗാൾ മുഖ്യമന്ത്രി എന്നുള്ള ആ ലേബൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ബയോയിൽ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് ബംഗാൾ എന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികാരം കൈവിടുന്നതിനുള്ള ഒരു മടിയായിരിക്കാം. അല്ലെങ്കിൽ 15 വർഷം തുടർച്ചയായി ഭരിക്കുന്നു. അവർ വിചാരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റെക്കോർഡ് തകർക്കാമെന്നാണ്. പക്ഷേ അത് നടന്നില്ല. പ്രധാനമന്ത്രിയാകാം എന്നൊരു മോഹം വരെ മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു ശക്തിയായി. ഇനിയിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ വിജയിച്ചാൽ അവർ ഇന്ത്യ മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവിടെ രാഹുൽ ഗാന്ധിയെ മാറ്റി അവിടെ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള ശ്രമങ്ങളാണ് മമതാ ബാനർജി നടത്തിയത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് എന്ന നിലയിലേക്ക് വളരാനാണ് അവർ ഇപ്പോൾ ചിട്ടവട്ടങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെയാണ് സംസ്ഥാനം അഭിഷേക് ബാനർജി ഏൽപ്പിക്കുക, അതൊക്കെയായിരുന്നു. അപ്പോൾ വലിയ വലിയ പ്ലാനും പദ്ധതിയൊക്കെ ആയിരുന്നു. അതെല്ലാം തകർന്നു പോയതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം അവർ ഇപ്പോഴും അധികാരത്തിന് പിന്നിലാണ്. ഏതായാലും വെസ്റ്റ് ബംഗാളിൻ്റെ കാര്യം പറയണമെങ്കിലും പറയാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളം അടക്കമുള്ള നമ്മൾ അവസ്ഥ കാണുകയാണ്. ഇവിടെ സീറ്റും ഉണ്ട്, ആളും ഉണ്ട്. പക്ഷെ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും അവിടെ ചർച്ച നടക്കുകയാണ്. അതുപോലെ തമിഴ്നാട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. തമിഴ്നാട്ടിലൊരു പ്രതിസന്ധി ഉണ്ട് എന്നുകൊണ്ടായിരിക്കാം. പക്ഷേ വിജയ് എനിക്ക് തോന്നുന്നു ഈ ആവശ്യമായ നമ്പർ ഒപ്പിക്കും എന്നാണ് തോന്നുന്നത്. അത് എളുപ്പമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ കേരളത്തിൽ സ്വാഭാവികമായ ഒരു സമയം ഹൈക്കമാൻഡ് എടുക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ എന്തുകൊണ്ടാണ് പോസ്റ്റർ യുദ്ധം പോലെയുള്ള ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. ഏതായാലും പുതിയൊരു മാറ്റം തന്നെ ബംഗാളിൽ ഇനിയുള്ള അവിടുത്തെ ബംഗാളിലെ ജനത കാണാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങൾ ഈ പറഞ്ഞതുപോലെ BJP സർക്കാരിൻ്റെ ഈ അക്രമ രാഷ്ട്രീയവും കാര്യങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്.
ഏതായാലും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ഒരു കർശനമായിട്ടുള്ളൊരു നീക്കം അതെന്തായാലും സംഭവിക്കും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച എന്തായാലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഏതായാലും നമുക്ക് കാണാം ഇനി അങ്ങോട്ടുള്ള BJP സർക്കാർ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് വിജയം നേടി ഭരണം പിടിച്ചു. ഇനി അങ്ങോട്ടുള്ള ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.